ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ഷോർട്ട് വീഡിയോയും കുറച്ച് ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് എനിക്ക് വീഡിയോ ഇടണം, യൂട്യൂബിൽ കുറച്ച് ആക്റ്റീവ് ആവണം, ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടണം. അപ്പോൾ ഞാൻ ഫുൾ ഫ്രീ ആണ്, എനിക്ക് വലിയ പണിയൊന്നുമില്ല, ഒരു പണിക്കും പോകാണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ബിക്കോസ് എൻ്റെ കുട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ട് 4 years ആയി. അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. എനിക്കെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ബർത്ത്ഡേ വന്നാലും, ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും അനീസിൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും സൈബുൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും അതിന് കുറച്ച് ദിവസം മുമ്പേ വരെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഉപ്പാവും 2 ദിവസം കഴിഞ്ഞ ബർത്ത്ഡേ, 2 ദിവസം കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറി, അങ്ങനത്തെ ഒരു ടൈപ്പ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളുണ്ടോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ഞാൻ നല്ല ഹാപ്പിയാണ്. ഞങ്ങളുടെ 3 yearsഉം വെഡ്ഡിങ് ആനിവേഴ്സറിയും പോയത് കേക്ക് കട്ട് ചെയ്യുക, പുറത്ത് പോവുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഞങ്ങൾ മണ്ണാർക്കാടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിപ്പ വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാറില്ല അധികം. അനീസ് വർക്കിന് പോകും, ഷോപ്പിൽ പോകും, വരും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെ പോകാറൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് ആഘോഷിക്കാമെന്ന്. മെയിൻ ആഘോഷം എന്ന് പറയുന്നത് എൻ്റെ കുക്കിംഗ് ആണ്. എല്ലാവരും ബിരിയാണി, കപ്സ, മന്തി സംഭവങ്ങളൊക്കെ അല്ലേ വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡ്. അതുകൊണ്ട് 2 ദിവസം അടുപ്പിച്ച് ബിരിയാണി കഴിക്കാനൊക്കെ ബോറിങ് ആയതുകൊണ്ട് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് ഞാനൊരു 2 വീക്ക് ആകുമ്പോഴോ ഒരു വീക്കിലോ അതിൻ്റെ ഇടയിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നൊരു മെയിൻ സംഭവം ഉണ്ട് അവിടെ. കുക്കറിൽ ചിക്കനും റൈസും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കപ്സല്ല, മന്തിയല്ല, ബിരിയാണിയല്ല, ഒന്നുമല്ല, വേറൊരു വെറൈറ്റി സംഭവം. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. മയോണൈസ് കൂട്ടി കഴിക്കാൻ, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത് ഉണ്ടാക്കാമെന്ന്. അനീസിനും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നെൻ്റെ കുക്കിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ പായസം ഉണ്ടാക്കുന്നത് അനീസാന്ന് പറയുന്നു. ഞാൻ ഉണ്ടാക്കുന്നതോട് സമ്മതിക്കണം, എന്നാൽ ഷിപ്പിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് അനീസ് വർക്കിന് പോയിക്കാണ്. വർക്കിന് പോയിട്ട് ഉച്ചയാകുമ്പോഴേക്കും വരും. വന്നിട്ട് നമ്മൾ രണ്ടുപേരും കുക്ക് ചെയ്യും, ഫുഡ് കഴിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്ലാൻസ് കേട്ടോ. പിന്നെ സൈബ് നല്ല ഉറക്കമായതുകൊണ്ടാണ് ഇപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അവൻ എണീറ്റിട്ടുണ്ടെങ്കിൽ ഫുൾ ടെററായിരിക്കും. ഭയങ്കര വാശിയും കുറുമ്പുള്ളൊരു കുട്ടിയാണ് എനിക്ക് കിട്ടിക്കുന്നത്. അതുകൊണ്ട് അവൻ എണീക്കുമ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയില്ല. ഈ ഫോണിലേക്ക് പോയി ഫോട്ടോ എടുക്കാൻ വരെ വരാനുള്ള ഒരു ഇതുള്ള കുട്ടിയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ചിക്കൻ അനീസ് വരുമ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെക്കലാണ് ഇപ്പം എൻ്റെ ഡ്യൂട്ടി. സവാള, തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ഓൾറെഡി ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചതച്ചിട്ട് ഞാൻ കുറച്ചെടുത്ത് വെക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ ഇതാക്കാറുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണ്ടല്ലോ. നമ്മൾ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് നമ്മുടെ കുക്കിങ്ങൊക്കെ വേഗം സ്പീഡാക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെക്കലാണ്. അപ്പോൾ നമുക്കത് ചെയ്ത് വെക്കാം. 2 സവാള വേണം, പിന്നെ നമുക്ക് തക്കാളി വേണം. തക്കാളി അരിഞ്ഞൊന്നും വെക്കണ്ട, ജസ്റ്റ് പേസ്റ്റ് ആക്കാനുള്ളതാണ്. പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ റെസിപ്പി വീഡിയോസൊന്നും അധികം ചെയ്യില്ല കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും ചിലപ്പോൾ. ഇത് എൻ്റെ ടേസ്റ്റാണ്. എൻ്റെ ടേസ്റ്റ് അനീസിനും സൈബിനും ഇഷ്ടമായി എന്നുള്ളൂ. കട്ടിങ് കഴിഞ്ഞു. ഈ സവാള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് തക്കാളി കുറച്ച് പേസ്റ്റ് ആക്കാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അനീസ് വരാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാൻ സൈബിൻ്റെ കുറച്ച് പെൻസിൽ ഞാൻ വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. ബിക്കോസ് അനീസ് കുറച്ച് ക്യാമറ ഷൈ ആണ്. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ അനീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിലെനിക്ക് അങ്ങനെ ചെയ്യാനിപ്പോൾ
എന്താ റെസിപ്പിയൊക്കെ പറഞ്ഞിട്ടുള്ള കുക്ക് ചെയ്യാനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 12 മണിക്കായി വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ള ധൃതിയിലായിരുന്നു. മല്ലിച്ചപ്പും പുതിനയും കറിവേപ്പിലൊക്കെ ഞാൻ ഇതുപോലെ കണ്ടെയ്നർ ബോക്സിൽ ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കും കേട്ടോ. അപ്പോൾ ഒരു 1 വീക്ക് വരെ നമുക്ക് ഫ്രഷ് പോലെ ആയിട്ട് കിട്ടും, ചീത്താവാതെ. അപ്പോൾ എൻ്റെ കുക്കിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പായസവും ചോറും എല്ലാം റെഡിയായി. ഞാൻ ഉണ്ടാക്കിയത് മധുബൂത്താണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നല്ല ചൂട് ചോറും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ. മയോണൈസ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അതിൻ്റെ ക്ലിപ്സ് ഇടാൻ മറന്നുപോയി. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഒരു സെപ്പറേറ്റ് റെസിപ്പി വീഡിയോ ചെയ്യുന്നുണ്ട് മധുബൂത്തിൻ്റെ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് കഴിക്കുന്ന വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റിയില്ല, കാരണം സൈക്കുവിന് ഫുഡൊക്കെ കൊടുത്ത് ആ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ പുറത്തേക്കൊന്നും പോകണില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന്. പക്ഷേ ഞങ്ങൾ പുറത്തൊക്കെ പോയി ജ്യൂസും ഷവർമയും കേക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ ഇനിയും വീഡിയോസൊക്കെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.